പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ പകർന്നു കൊടുക്കുവാൻ ഇന്നിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16 ഇപ്രകാരം പറയുന്നു: അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. ഇന്ന് അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതങ്ങളിൽ ഈശോയെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയെന്ന് നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജൂഡി. ഞാൻ 2008 മുതൽ ഫാമിലി ആയിട്ട് UAE താമസിക്കുന്നു. എൻ്റെ പേര് മേഴ്സി. ഞാൻ 10 വർഷമായിട്ട് അബുദാബി വർക്ക് ചെയ്യുന്നു. ഞാൻ ജോളി. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ജോളി ചേച്ചി, ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ചേച്ചി പീഡിയാട്രിക് ICUലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഈ കുഞ്ഞു പിള്ളേരുടെ ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ടല്ലേ? ആ കുഞ്ഞു മക്കൾക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനോ ഒരു സഹായം ചോദിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും അവർ ഈ ഗുരുതരാവസ്ഥയിലൊക്കെ വന്ന് ICUയിൽ അഡ്മിറ്റ് ആകുമ്പോഴത്തേന്. ചേച്ചി ശരിക്കും അതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണല്ലോ. ഇത്രയും വർഷം ഈ പീഡിയാട്രിക് യൂണിറ്റിൽ എങ്ങനെയാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? അതെ ജൂഡി, പീഡിയാട്രിക് ICU വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു മേഖലയാണ്. ജൂഡി ഈ കാര്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നമ്മുടെ വചനം സങ്കീർത്തനങ്ങൾ 57:2 വചനം ഓർമ്മ വരിക. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ ജോലി ചെയ്തു പോകുന്നത്. അതായത് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നഴ്സുമാർ നേരത്തെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അന്നത്തെ ദിവസം കിട്ടുന്ന രോഗിക്ക് വേണ്ടി നമ്മൾ അധികം പ്രാർത്ഥിക്കാറില്ല. പക്ഷേ നമ്മുടെ അന്നത്തെ ജോലി ഏറ്റവും നന്നായിട്ട് കടന്നു പോകുവാനും ഞാൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അന്ന് ചെയ്ത് തീർത്ത് എനിക്ക് വീട്ടിലെത്താൻ പറ്റണേ, ആ ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ നേരത്തെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതെ ചേച്ചി, ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന കാലം മുതലേ പ്രാർത്ഥിക്കാറുണ്ട്. ഈ വാർഡ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം നമ്മളെല്ലാവരും കൈ കോർത്ത് പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയേ ഉള്ളൂ, നമ്മൾ പോയിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് ഒരു കുഴപ്പവും കൂടാതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ള ഒരു വിചാരം മാത്രമേ നമ്മുടെ മനസ്സിൽ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ കൂട്ടായ്മയിലൊക്കെ വന്നതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനാ രീതികളെല്ലാം അങ്ങ് മാറി. നമ്മൾ നമ്മുടെ കിട്ടുന്ന അന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം എൻ്റെ മനസ്സിലിപ്പം വരുന്ന ഒരു സംഭവം, ഞങ്ങളുടെ ICUയിലേക്ക് ഒരു ദിവസം ഒരു കുഞ്ഞിനെ അഡ്മിറ്റാക്കി. ഏകദേശം ഒരു 9 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. അത് വേറൊരു സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് വരുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വളരെയേറെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിന് ഹാർട്ടിൻ്റെ പ്രോബ്ലമായിരുന്നു. അപ്പം അവർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. അതിന് എല്ലാ മരുന്നുകളും അതിൻ്റെ മാക്സിമം അവരവിടെ കൊടുത്തു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മോശമായ രീതിയിലാണ്. അപ്പം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങോട്ട് വിടുകയാണ്, പക്ഷേ ആ കുഞ്ഞ് ഇവിടെ എത്തിപ്പെടുമോ എന്ന് അവർക്കൊരു സംശയമുണ്ട്. അതുപോലെ ഗുരുതരാവസ്ഥയാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു. മാതാപിതാക്കളോടും ഈ വിവരം അവർ പറഞ്ഞായിരുന്നു. അവർക്കിവിടെ വന്നിട്ട് ആ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ സർജറി ചെയ്യണം. പക്ഷേ ഹാർട്ടിൻ്റെ സർജറി ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഈ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ അവർക്ക് ഇടണം. അതിന് ഇടണം എന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടെ ഭേദമാക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ദൈവം സഹായിച്ച കുഞ്ഞ് വന്നു, ഒരു രാത്രിയിൽ വന്നു. അടുത്ത ദിവസം രാവിലെ എനിക്ക് കുഞ്ഞിനെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കുഞ്ഞിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇന്നിങ്ങനെ പ്രത്യേകിച്ച് അവിടുന്ന് വന്നതിൽ നിന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും പ്രത്യേകിച്ച് മാറ്റാൻ
ഉദ്ദേശമില്ല. പക്ഷേ നിങ്ങളെ എല്ലാ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും ഇതിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം കാരണം എന്ന് വെച്ചെന്നാൽ ഇതിൻ്റെ ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവാണ് അതിനകത്ത്. അപ്പം ഞാൻ 8 മണി തൊട്ട് 7 മണിക്ക് ഹാൻഡ് ഓവർ എടുത്തു. 8 മണി തൊട്ട് ഓരോ മണിക്കൂറും ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ. ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ദൈവം എനിക്കൊരു പ്രചോദനം തന്നതുപോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈശോയെ, അങ്ങയുടെ തിരുരക്തം ഈ കുഞ്ഞിൻ്റെ മേൽ നീ ഒഴുക്കണേ, അതുപോലെ ഇതിൻ്റെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവലൊന്ന് കൂട്ടി തരണേ, അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് നല്ലൊരു പ്രാർത്ഥനയാണ് ശരിക്കും. എല്ലാ നഴ്സുമാർക്കായാലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് നല്ലൊരു പ്രാർത്ഥന. എന്നാലും 8 മണി തൊട്ട് 12 വരെ ഞാൻ ചെയ്ത ആ ബ്ലഡ് സാമ്പിളെങ്ങും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. എല്ലാം സെയിം റിസൾട്ടാണ്, നേരത്തെ പോലെ തന്നെയുള്ള റിസൾട്ടായിരുന്നു. പിന്നെ 1 മണി കഴിഞ്ഞ് തൊട്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിളിനകത്തൊക്കെ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ വൈകിട്ട് 5 മണി 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഹാൻഡ് ഓവറിൻ്റെ സമയമായപ്പോഴത്തേക്കും ഒരു 10% കുഞ്ഞിൻ്റെ ഓക്സിജൻ കൂടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്ന് ഞാൻ ഈ സമയം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അമ്മ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പം അമ്മേനോട് ഒന്നും പറഞ്ഞിട്ട് ആദ്യമൊന്നും അമ്മയ്ക്ക് അകത്തേക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞായിരുന്നു അവർ അവിടുന്ന് കൊണ്ടുവന്നത്. ദൈവം സഹായിച്ച് ഓക്സിജൻ ലെവൽ കൂടിയ കാരണം ഈ ഡോക്ടേഴ്സ് രാത്രി തന്നെ അമ്മയോട് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ അടുത്ത ദിവസം രാവിലെയാണ് അമ്മ എൻ്റെ അടുക്ക് വന്ന് ചോദിക്കുന്നത്, സിസ്റ്ററെ, ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? എന്തെങ്കിലും വ്യത്യാസമായിട്ട് അവിടുന്ന് വന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, അമ്മയെ ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, കാരണം മരുന്നുകളൊക്കെ മാക്സിമത്തിലായിരുന്നു, അല്ലാതെ വേറൊന്നും ചെയ്തില്ല, ഉള്ളി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നിങ്ങനെ അമ്മയോട് പറഞ്ഞു. ദൈവത്തിന് നന്ദി. ശരിക്കും ആ ചേച്ചിയുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് നല്ല ഇത് റിസൾട്ട് കണ്ട് നമ്മൾ കാണാൻ തുടങ്ങിയേക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അവിടെ. അതിനുശേഷം ഈ കുഞ്ഞിനെ ഏകദേശം ഒരു 12 പതുക്കെ കുഞ്ഞ് ഇമ്പ്രൂവ് ആവാനായിട്ട് തുടങ്ങി. ഒരു 12-ാം ദിവസം കുഞ്ഞ് നമ്മുടെ അവിടുന്ന് തിരിച്ച് മറ്റ് സ്ഥലത്തേക്ക് വിടാനായിട്ട് സാധിച്ചു. എല്ലാ റിസൾട്ടും ഒക്കെ ഭേദമായിട്ട് വന്നു. അതോടൊപ്പം ഈ മാതാപിതാക്കൾക്കും വളരെയധികം സന്തോഷമായി. പിന്നെ എന്നാൽ ഈ കുഞ്ഞിനെ ഓരോ ദിവസവും ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവർ എക്കോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്കോ ചെയ്യുമ്പം ഈ കുഞ്ഞിന് ഇനിയിപ്പം ഈ സമയത്ത് സർജറി വേണ്ട എന്നങ്ങനെ അവർ പറഞ്ഞു. പിന്നീട് ഏതെങ്കിലും സമയത്ത് പിന്നീടൊക്കെ 6 മാസത്തിന് ശേഷം ചെയ്താൽ മതി, അങ്ങനൊരു അവസ്ഥയിലും എത്തി. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കരുണ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ എനിക്ക് കിട്ടിയൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കുഞ്ഞിൻ്റെ രോഗത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, എല്ലാവരുടെയും ആത്മാക്കളെ നേടാനായിട്ട്. പിന്നെ തൊട്ട് ദൈവം എനിക്ക് തന്നൊരു പ്രചോദനമാണ്, രോഗികളെ കിട്ടുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഈശോയുടെ തിരുരക്തം അവരുടെ മേൽ ഒഴുക്കാനും അതുവഴി അവരുടെ ആത്മാക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനൊരു പ്രചോദനം എനിക്ക് കിട്ടി. ചേച്ചി ശരിക്കും ഇപ്പോൾ ചേച്ചിയുടെ അനുഭവം കേട്ടപ്പോഴത്തേന് എനിക്ക് നമ്മുടെ കൂട്ടായ്മയിൽ പോയി കേട്ട നിരവധിയായ അനുഭവ സാക്ഷ്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് ആദ്യം ഈ ഇങ്ങനത്തെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമായ നിമിഷങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ UAE വന്ന് ജോലി ചെയ്യുന്നത് ബെഡ് സൈഡിലല്ല, ഞാൻ ശരിക്കും പേഷ്യൻ്റ് റെക്കോർഡ് സംബന്ധമായ ഓഫീസ് വർക്കാണ് ചെയ്യുന്നത്. അപ്പം എനിക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നുകയും എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കൂട്ടായ്മയിൽ വരുന്നത്. കൂട്ടായ്മയിൽ വന്ന് ശരിക്കും നമ്മളിങ്ങനെ ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നുമ്പം അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഈ ജോലി ഒരു സങ്കടമായി മാറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതൊരു തടസ്സമായല്ലോ, എനിക്ക് പേഷ്യൻസ് കെയർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു വിചാരം വന്നപ്പം ഞാനത് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമവുമായിട്ടാണ് ഇരുന്നത്. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ വിഷമം കൂട്ടായ്മയിലുള്ള ഒരു ചേച്ചിയോട് ഷെയർ ചെയ്തു. ശരിക്കും ചേച്ചി എന്നോടൊന്ന് പറഞ്ഞത്, ജൂഡിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നോ. ഒരു ബെഡ് സൈഡ് നഴ്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേന് അന്ന് അവർക്ക് അസൈൻ ചെയ്ത് 1, 2, 5 പേഷ്യൻസിനെ നോക്കുന്നിടത്ത് ജൂഡിയുടെ കൺമുമ്പിൽ നിന്ന് ഓരോ ദിവസം എത്രയോ പേഷ്യൻസിൻ്റെ പേരും അവരുടെ അസുഖങ്ങളുടെ വിവരങ്ങളും അവരുടെ പ്രായവും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ ഈശോ ജൂഡിയോട് ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് ചേച്ചി പറഞ്ഞത്.
ശരിക്കും അത് കേട്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ തോന്നിയത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ ബോധ്യങ്ങളാണിത്. നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേന് ആ ബോധ്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുവാണെന്നാണ് എനിക്ക് മനസ്സിലായതെന്ന്. അതേ ജൂഡി, അത് വലിയൊരു സാധ്യതയാണ്. അതേക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതെ ചേച്ചി, ശരിക്കും അന്ന് ചേച്ചി എന്നോട് പറഞ്ഞ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനുള്ള മാറ്റം എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ ഞാൻ ഓരോ ദിവസം കാണുന്ന എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്ന ഓരോ റെക്കോർഡിലുള്ള പേഷ്യൻസിന് വേണ്ടി എനിക്ക് ചിലപ്പം പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേന് പിന്നെ എൻ്റെ കൺമുമ്പിൽ ചില റെക്കോർഡുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേന് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അത് ഒന്ന് നോക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ തോന്നാൻ തുടങ്ങി. അത് ചിലപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ആയിരിക്കും. നമ്മൾ ആ പ്രായം കാണുമ്പോഴത്തേനും ഒരു കുഞ്ഞു കൊച്ചിന് ഇത്രയെല്ലാം അസുഖങ്ങളെന്ന് കേൾക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിൽ നിന്ന് തന്നെ പ്രാർത്ഥനകൾ ഉയരണം. അങ്ങനെ നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ശരിക്കും ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സിലുണ്ടാക്കി. ഞാനും ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളോട് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഓരോ വാതിലുകൾ ഇങ്ങനെ തുറന്നു വരുന്നതെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് പിന്നെ കിട്ടിയ ഒരു ബോധ്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന പേഷ്യൻസിന് മാത്രമല്ലല്ലോ ഒരു ആശ്വാസത്തിൻ്റെയും ഒരു ശുശ്രൂഷയുടെയും ആവശ്യം. ഞാൻ ശരിക്കും എൻ്റെ ഓഫീസിൽ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെ കാണുമ്പം തന്നെ എനിക്ക് ഒരു ബോധ്യമുണ്ടായി. ഇവരെല്ലാം പലരും പറയാത്തവരുണ്ടായിരിക്കും, പക്ഷെ അവർക്കും ചിലപ്പം ഒരു ആശ്വാസത്തിൻ്റെയോ വാക്കിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. ആ ഒരു വിചാരം എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേന് ഞാൻ പിന്നെ എത്ര ബിസിയുള്ള ദിവസമാണെങ്കിലും ഞാൻ 1-2 പേരോടെങ്കിലും അവരുടെ അടുത്ത് പോയി ചുമ്മാ ഒന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. അത് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ കാണുന്നത് അവർക്കൊക്കെ ഒരു വിഷമം വരുന്ന സമയത്ത് അവരിങ്ങോട്ട് വന്ന് വിളിച്ച് നമ്മളോട് ആ കാര്യങ്ങൾ പറയുകയും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് പ്രാർത്ഥന വഴിയും നമ്മൾ അവരെ ഒന്ന് കേട്ടും ഒക്കെ അവരെ ആശ്വസിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈശോയുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോഴത്തേനും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊത്തിരി സന്തോഷമാണ്. നമ്മൾ ഈശോയെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാണ് ഈ കോവിഡ് സമയത്ത് ഒരു കോവിഡ് കാലഘട്ടം വന്നത്. ആ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പക്ഷേ ഞാനതിനെ കാണുന്ന എൻ്റെ ഈശോ എനിക്ക് തന്ന ഒരു അവസരം പോലെയാണ്. എനിക്ക് എങ്ങും പോയി ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ന് ഒത്തിരി സഫർ ചെയ്ത നഴ്സസും പേഷ്യൻസും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ശരിക്കും നഴ്സസ് എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ ടോട്ടലി പാക്ഡ് ആയിരുന്നു. അവർക്ക് ഒന്നും ഒരു സമയം കിട്ടാത്ത അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് പോലും സമയമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഞാൻ ഓഫീസ് വർക്ക് ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി സമയം പ്രാർത്ഥനകളിലൊക്കെ കൂടാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. അത് ആ ഒരു പ്രാർത്ഥനകൾ വഴി കിട്ടിയ ബലമായിരുന്നു. നമ്മൾ കൂടെയുള്ള ചേച്ചിമാരെയൊക്കെ വിളിക്കുമ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേനും നമുക്ക് അവരോട് പറയാം. അവർ ഒത്തിരി വിഷമങ്ങൾ ഒത്തിരി സ്ട്രെസ്സൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു, ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ ജൂഡി, ഞങ്ങളുടെ പീഡിയാട്രിക് ഐസിയുലൊക്കെ ഒത്തിരി കോവിഡ് പേഷ്യൻസ് വരാറുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വലിയ ശക്തിയോടെ അവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റിയത്. അതെ ചേച്ചി, ശരിക്കും ഇങ്ങനെയൊക്കെ കടന്നു പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ വന്നപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായെന്ന്, അതൊക്കെ ശരിക്കും മാറി എനിക്കങ്ങനെ ഒത്തിരി സന്തോഷമുണ്ടായി. എൻ്റെ ഈശോ എന്നിൽ നിന്ന് എന്തോ വ്യത്യാസമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും എനിക്ക് പറയാൻ തോന്നിയത് ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 2-ാം വചനത്തിൽ ജോബ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈശോയോട്. ഈശോയെ, അങ്ങേക്കൊന്നും അസാധ്യമല്ല, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാനാവുകയുമില്ല എന്ന് ഞാൻ അറിയുന്നു. ശരിക്കും ഞാൻ ഓർക്കുക, എൻ്റെ ദൈവം നഴ്സിംഗ് എന്ന് വിളിച്ചപ്പോഴത്തേന് എൻ്റെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് അത് ഞാൻ ഏത് സാഹചര്യത്തിലായാലും എൻ്റെ കർത്താവിന് അത് നിറവേറ്റാൻ പറ്റും. അതിപ്പം ഞാൻ ബെഡ് സൈഡിൽ പോയി ജോലി ചെയ്താലും, ഞാനൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ, ഇനിയിപ്പോൾ അതൊന്നുമല്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ഏതെങ്കിലും കാരണം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ കുടുംബത്തെ നോക്കി ഞാനൊരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞാൽ പോലും ദൈവം എന്നെ വിളിച്ച് ആ ഒരു ഉദ്ദേശത്തെ നടത്താൻ ദൈവത്തിന് സാധിക്കും. അതിനുള്ള വഴികൾ പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ വഴി നമുക്ക് തരും, നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു. അതേ ജൂഡി, കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്.
അതേ മേഴ്സി, ശരിക്കും നമ്മൾ അതിനോട് ഈ കർത്താവിൻ്റെ പദ്ധതികളോട് യോജിച്ച് പോകുന്നത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളെന്ന്. ഞാൻ ശരിക്കും മേഴ്സിയെ കാണുമ്പോഴും എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. മേഴ്സി എപ്പോഴും ഞാൻ പള്ളിയിലൊക്കെ വരുന്ന കാണാറുണ്ട്. മേഴ്സി 4 പിള്ളേരുടെ അമ്മയാണ്. കുഞ്ഞു പിള്ളേരെയും അതുപോലെ തന്നെ ബെഡ് സൈഡ് നേഴ്സാണ്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഡ്യൂട്ടിയും അതോടൊപ്പം തന്നെ കൂട്ടായ്മയിലും പള്ളിയിലും ഒക്കെ ഇത്ര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എങ്ങനെ ഇതൊക്കെ ക്രമീകരിക്കാനായിട്ട് മേഴ്സിക്ക് സാധിക്കുന്നു? അതേ ജൂഡി, അതെല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഈശോയുടെ കൃപ കൊണ്ട് ഒരു കുറവുമില്ലാതെ ഈശോ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുമായിരുന്നു. ആശുപത്രിയിലെ കാര്യമായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒന്നിനും ഒരു കുറവുമില്ലാതെ ഈശോ ഓരോ ആവശ്യാനുസരണം നമുക്ക് ക്രമപ്പെടുത്തി തന്നിട്ടുണ്ട്. ശരിക്കും ആദ്യമായിട്ട് ഞാൻ നഴ്സസ് മിനിസ്ട്രി വരുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് കൂട്ടായ്മയിലോട്ട് വരാം, അവിടുത്തെ കുറവുകളൊക്കെ നികത്തിയിട്ട് പ്രാർത്ഥനയിലോട്ട് വരാമെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതെല്ലാം കഴിഞ്ഞിട്ട് വരിക എന്ന് വെച്ചാൽ സാധിക്കുകയില്ല. അപ്പം കുറേശ്ശെ ഞാൻ ഈശോയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഈശോയെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് കുഞ്ഞുങ്ങളെയായിട്ട് കൂട്ടായ്മയിലേക്ക് വരാനും ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ അവരുമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ശരിക്കും പിള്ളേർക്കായാലും നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ കർത്താവ് തന്നെ നമുക്ക് വേണ്ട സഹായം എത്തിച്ചു തരുന്നുണ്ട് ഓരോ ദിവസവും. നമുക്ക് അതിൻ്റെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്നതാണ് ഓരോ നിമിഷവും. അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിലിപ്പം കടന്നു വരുന്നത്. ശരിക്കും ജനുവരി 2020 അന്ന് ഞാൻ 4ാമത്തെ മോളെ പ്രഗ്നൻ്റ് ആണ്. 7 മാസമായിട്ടിരിക്കുക. ഞങ്ങൾ താമസിക്കുന്ന ഒരു ബേസ്മെൻറ്റിലാണ്. ആ സമയത്ത് ശരിക്കും ഒരു നല്ല മഴയുണ്ടായിരുന്നു അബുദാബിയിൽ. ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്ക് 3 ഫാമിലീസ് ഉണ്ട് ഞങ്ങൾ ബേസ്മെൻറ്റിൽ താമസിക്കുന്നത്. അപ്പുറത്തെ റൂമുകാർ ഞങ്ങളെ മുട്ടി വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ പാദം വരെ വെള്ളമുണ്ട്. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. കറണ്ടില്ല, മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കുട്ടികളെയും വിളിച്ചേൽപ്പിച്ചു. അപ്പം മനസ്സിലായി ശരിക്കും മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഒരു അപാകത കാരണം റോഡിലുള്ള മഴവെള്ളം എല്ലാം സ്ലോപ്പിലൂടെ ഞങ്ങളുടെ ബേസ്മെൻറ്റിലോട്ട് കയറി വന്നതാണ്. പിള്ളേരെ വിളിച്ച് ഞങ്ങൾ മുകളിലത്തെ നിലയിലോട്ട് കയറിയിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു സഹായത്തിനൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ശരിക്കും പറഞ്ഞാൽ അടുത്ത് വരുന്ന ബുധനാഴ്ച നാട്ടിൽ പോകാനായിട്ടിരിക്കുക. വെള്ളിയാഴ്ച അമ്മ നാട്ടിൽ നിന്ന് വരാനായിട്ടും ഇരിക്കുക. അപ്പം ചേച്ചിയുടെ പെട്ടി റെഡിയാക്കിയായിരുന്നേ. അപ്പോൾ ആ പെട്ടിയും ചേച്ചിയുടെ സാധനങ്ങളും ഹാൻഡ് ബാഗും പാസ്പോർട്ടുമായിട്ട് ഞങ്ങൾ മുകളിലത്തെ നിലയിലോട്ട് എടുത്തു വെച്ചു. ഞങ്ങളുടെ ഒരു ഫയലുണ്ടായിരുന്നു ആ പാസ്പോർട്ടൊക്കെ ആയിട്ടുള്ള, അതും എടുത്ത് ജസ്റ്റ് മുകളിലോട്ട് വെച്ചു. വേറെ ഒരു സാധനം ഞങ്ങൾ എടുത്തില്ല. ഫോൺ മാത്രം കൊണ്ട് കുട്ടികളെ ആയിട്ട് മുകളിലത്തെ നില ഞങ്ങൾ കയറിയിരിക്കുക. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്ക് അരയോളം എത്തി ആ വെള്ളം. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു സാധനം പോലും എടുക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓണർ വന്നു. ഓണർ പിന്നെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പുള്ളി 2 ദിവസത്തേക്ക് ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഈശോ ഓരോന്നങ്ങ് അറേഞ്ച് ചെയ്ത് തരുമോ എങ്ങനെ അത് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അവർ പറഞ്ഞു ഇവിടുത്തെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ അവിടെ നിൽക്കുമ്പം എന്നിട്ട് വൈകുന്നേരം ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും കഴുത്തോളം എത്തിയിട്ടുണ്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ആ ലെവല് നമുക്ക് നോക്കുമ്പോൾ അഴുക്കൊക്കെ പിടിച്ച് ആ ലെവൽ വരെ ഉണ്ടായിരുന്നു. എല്ലാ സാധനവും മറിഞ്ഞ് കിടക്കുക. കുറച്ച് തുണിയാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഞങ്ങൾ മോളെ ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടുത്തെ മോളും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ചേച്ചി പറഞ്ഞു ചേച്ചി വിട്ടോളാം സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് അവളുടെ സാധനം അത്യാവശ്യമുള്ള ആയിട്ട് അവിടെ ആക്കി. എന്നിട്ട് പോയ വഴിക്ക് തന്നെ ഞങ്ങളൊരു വീട് നോക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മേഴ്സി, ഈ സമയത്ത്
പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേന് നമുക്ക് എന്താ ചെയ്യേണ്ടിയെന്ന് തന്നെ മനസ്സിലാകത്തില്ല അല്ലേ. തീർത്തും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് വെള്ളം കയറുക, നമ്മൾ വഴിയിലായി പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് അല്ലേ. ശരിക്കും അത് അങ്ങനെയാണ്. പക്ഷേ അത് ദൈവം നമുക്ക് നടത്തും. ആ സമയത്ത് നമുക്കൊരു കഷ്ടങ്ങൾ ഇങ്ങനെ തന്നാലും അത് നമുക്ക് അതിജീവിക്കാൻ വയ്യാത്ത കഷ്ടങ്ങൾ നമുക്ക് തരുന്നില്ല. ശരിക്കും അത് നടത്തിക്കൊണ്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതാണ് ഉള്ള അനുഭവം. മോളെ ഞങ്ങൾ ആ ചേച്ചിയുടെ വീട്ടിലാക്കി. എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് താമസിച്ചു. പിന്നെ ശരിക്കും ആ വീട് നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് പിന്നെ എൻ്റെ മനസ്സിൽ ഇതാണ്, തിരിച്ച് ആ വീട്ടിലോട്ട് ഇനി കയറി താമസിക്കാനായിട്ട് തോന്നുന്നില്ല, മുഴുവൻ ചെളിവെള്ളമായിട്ട് പിടിച്ച്. അപ്പം മനസ്സിൽ വേറൊരു വീട് നോക്കണം എന്നായിരുന്നു. ജസ്റ്റ് ഞങ്ങളൊരു വീട് നോക്കിയിരുന്നു. അതിലാണെങ്കിൽ ഒറ്റ ചെക്കായിട്ട് കൊടുക്കേണ്ട പേയ്മെൻറ്റാണ്. ആ സമയത്ത് ശരിക്കും നമുക്ക് അങ്ങനെ അത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടായിരുന്നു. അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചു. തിരിച്ച് ഞങ്ങൾ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പം ഈശോയെ നീ തന്നെ വഴി തുറന്നു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരുന്നു. എന്നിട്ടാണെങ്കിൽ പിന്നെ അങ്ങ് നോക്കുമ്പോൾ ശരിക്കും ആ ചേച്ചിയും 2 ദിവസം കൊണ്ട് പോകേണ്ടതാണ്. ചേച്ചി ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള സാധനമെല്ലാം നമുക്ക് ഉണക്കി ഞങ്ങളെല്ലാം ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചു. എന്തായാലും ഒരു വീട് ദൂരം കിട്ടിയിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഈശോ ഒരു വഴി തുറന്നു തരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ചേച്ചീനെ ബുധനാഴ്ച എയർപോർട്ടിൽ കയറ്റി വിട്ടു. ഹോട്ടലിൽ സ്റ്റേ അവർ 2 ദിവസമാണ് തന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ മോള് നിൽക്കുന്ന കസി ചേച്ചിയുടെ വീട്ടിലോട്ട് തന്നെ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ വേറെ റൂം നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല. വ്യാഴാഴ്ച രാവിലെ ആയപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, ആദ്യം കണ്ട റൂം തന്നെ എടുക്കാം, ഒറ്റ ചെക്കിൻ്റെ ആയാലും അത് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ എങ്ങനെ, ഹസ്ബൻഡ് ആ സമയത്ത് ദുബായിലാണ്, ശരിക്കും ഫ്രൈഡേ ആണ് ലീവ് ഉള്ളൂ. അപ്പം അമ്മയും ഫ്രൈഡേ വരും, എനിക്ക് കിട്ടുവാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്കത് തന്നെ എടുക്കാം, എന്തെങ്കിലും ദൈവം ഒരു വഴി കാണിച്ചു തരും പൈസയ്ക്കുള്ള എന്നുള്ള ആയിട്ട് പറഞ്ഞു. അപ്പം നീ എന്നാൽ അങ്ങനെ ആട്ടെ എന്നുള്ള ഇതിൽ പിന്നെ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം ദേവാലയം കൊണ്ട് അവിടെ ഓണറും കൂടെ ആ സമയത്തുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പം മേളിൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മേടിക്കാൻ സാധിച്ചു. പിന്നെയാണെങ്കിൽ ഈ പൈസയുടെ കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ചെക്ക് കുറച്ചും കൂടെ മുന്നോട്ടുള്ള ഡേറ്റ് ഇട്ടിട്ട് എനിക്ക് തരാമോ എന്ന് പറഞ്ഞാൽ ഇപ്പം തരാനായിട്ടുള്ള ഇല്ലെന്ന്. അപ്പം പുള്ളി പറഞ്ഞു അത് പറ്റത്തില്ല, ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഇട്ട് തന്നു, പക്ഷേ നിങ്ങൾ പറയുമ്പോഴേ ഞങ്ങളത് ചെക്ക് ഫോർവേഡ് ചെയ്യുള്ളൂ എന്ന്. ശരിക്കും 2 മാസം ഞങ്ങൾ ഒരു പൈസ പോലും കൊടുക്കാതെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങ് പറയുമ്പോഴാണ് പിന്നെ അവർ ചെക്ക് ബാങ്കിലോട്ട് ഫോർവേഡ് ചെയ്തത്. ശരിക്കും ആ വീടെന്ന് പറയുമ്പം അത് എത്ര ഒരു ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതുവരെ ഡ്യൂട്ടിക്കും പള്ളിയിലൊക്കെ വരുന്നതാണെങ്കിലും ബസ്സിൽ കയറിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പള്ളിയുടെ അടുത്തൊരു വീട് കിട്ടണമെന്ന്. അതുപോലെ ഈശോ ക്രമീകരിച്ച് തന്നെന്നുള്ളതാണ്. അവിടെ ഇപ്പം എനിക്ക് പള്ളിയിലോട്ടല്ല നടന്നു പോകാം, ആശുപത്രിയിലോട്ട് നടന്നു പോകാനായിട്ട് സാധിച്ചു. അതും വെള്ളിയാഴ്ച ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വന്നു, എയർപോർട്ടിൽ പോയി അമ്മേനെ പിക്ക് ചെയ്തു. ഒരുവിധം പഴയ വീട്ടിലെ സാധനം അറേഞ്ച് ചെയ്ത് വെച്ചു. അവിടെ നിന്നും ആ സാധനം എല്ലാം എടുത്ത് ഞങ്ങൾക്ക് പുതിയ വീട്ടിൽ വന്ന് കയറുവാനായിട്ട് സാധിച്ചു. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ആമീൻ. പിന്നീടാണെങ്കിൽ 31 ആഴ്ചയായപ്പോഴത്തേക്ക് എനിക്ക് വേദന വന്നു. അങ്ങനെ ആശുപത്രിയിൽ ചെന്നു. പക്ഷേ അവർ ഇഞ്ചക്ഷനും മരുന്നും തന്നുവിട്ട് 2 ദിവസം റെസ്റ്റുമായിട്ട് തന്നുവിട്ടു. പിന്നെ ഡ്യൂട്ടിക്കും പോകുന്നുണ്ട്, ചെറിയ പെയിൻ ഉണ്ടെങ്കിലും അത് 35 ആഴ്ച വരെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. 35 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലേബർ റൂമിൽ ചെന്നപ്പം ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കാണിക്കുന്ന ഡോക്ടർ അന്ന് OP വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഡോക്ടർ ഇവർ ഇൻഫോം ചെയ്തപ്പോൾ ഡോക്ടർ ഓടി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എമർജൻസി സിസേറിയൻ എടുക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നുവെച്ചാൽ ബേബി തിരിഞ്ഞാണ് കിടക്കുന്നത്, എനിക്ക് പെയിൻ നന്നായിട്ട് വരുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 3 നോർമൽ ഡെലിവറി ആയിരുന്നു. നേരത്തെ ഒരു സിസേറിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാണ്. ഇതെനിക്ക് തിങ്ക് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. ആ എമർജൻസിയുടെ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ സമയത്ത്. അപ്പം ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് സൈൻ ചെയ്ത് കൊടുത്തു. ഈശോയ്ക്ക് ആഗ്രഹമായിരുന്നായിരിക്കും ഇത് ഞാൻ അങ്ങനെ കടന്നു പോകണം എന്നുള്ളത്. ആ ഒരു സിസേറിൻ്റെ അനുഭവം കൂടെ എനിക്ക് അറിയണം എന്നുള്ള ഈശോയുടെ ആഗ്രഹം. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിക്കാതെ ആ സിസേറിയൻ കഴിഞ്ഞ് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, കുഞ്ഞിന് ഒരു കുറവും കൂടാതെ
NICയിലോ എങ്ങും ഒരു ഇൻറ്റൻസീവ് കെയറിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെ സേഫായിട്ട് ഞങ്ങളുടെ കൈകളിൽ അവളെ ഞങ്ങൾക്ക് കിട്ടി. അവളുടെ വെയിറ്റ് 2.2 ഉണ്ടായിരുന്നെങ്കിലും പ്രീ ടൈം ബേബി ആയിരുന്നു. പക്ഷേ സേഫായിട്ട് ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അവളെ ഞങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴായാലും പിന്നീട് ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും ക്രമപ്പെട്ട് പോവുമായിരുന്നു. പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒന്നിനും ഒരു കുറവുമില്ലാതെ ഈശോ ഞങ്ങളെ പരിപാലിച്ചു. കുറച്ചും കൂടി പ്രാർത്ഥനയിലായാലും മോളുടെ മാമോദിസ കഴിഞ്ഞിട്ടായാലും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. ശരിക്കും മേഴ്സി, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴത്തേന് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒഴുകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മൾ ഈ പങ്കുവച്ച അനുഭവങ്ങളിലൂടെ ഈശോയുടെ അനന്തമായ കരുണയും സ്നേഹവും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഈ നഴ്സുമാരുടെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളെയും ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ദൈവമഹത്വത്തിനായി സമർപ്പിക്കാനായി പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.